റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സമുണ്ടാക്കുന്ന സംഭവങ്ങളിൽ നടപടിക്കായി സ്ഥിരം സംവിധാനം ഉണ്ടാകണമെന്ന് ഹൈക്കോടതി. ഓരോ റാലിക്കും ശേഷം കോടതിയലക്ഷ്യ നടപടി എടുക്കാനാകില്ലെന്നും ഇത് നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. തിരുവനന്തപുരം ബാലരാമപുരം ജംഗ്ഷനിൽ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന് കാട്ടി ഹൈക്കോടതി അഭിഭാഷകൻ കുളത്തൂർ ജെയിംസ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സർക്കാരിനോട് മറുപടി സമർപ്പിക്കാൻ നിർദ്ദേശിച്ച കോടതി കേസ് ഫെബ്രുവരി 7 മാറ്റി. ഇത്തരം സംഭവങ്ങൾ പരിഗണിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകണം. ഇത് സംബന്ധിച്ച് കോടതി കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതല്ലാതെ ഓരോ റാലിയും കഴിയുമ്പോൾ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. കോടതി അലക്ഷ്യ നടപടിയല്ല ഇതിന് പ്രതിവിധി. ഇക്കാര്യത്തിൽ സംവിധാനം ഉണ്ടാകണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും കോടതി വ്യക്തമാക്കി. ഈ മാസം ആദ്യമാണ് തിരക്കേറിയ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടി ജ്വാല വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി നടത്തിയത്. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന് റോഡ് അടച്ചു കെട്ടിയതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത തടസ്സപ്പെടുത്തി പ്രതിഷേധ പരിപാടി നടത്തിയതുമടക്കമുള്ള വിഷയങ്ങളിൽ കോടതി നിശിത വിമർശനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ബാലരാമപുരത്ത് ഇത്തരത്തിൽ പരിപാടി നടന്നത്.